വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. മലയാള സിനിമ എത്ര കാലം ഉണ്ടാവോ അത്ര കാലം നമ്മൾ ഈ ഗിരീഷിൻ്റെ ഈ കഥയിലെ ഈ ഒരു വിവാഹം കഴിക്കുകയും അവിടെ വേലക്കാരിയെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ആ എലമെൻ്റ് എനിക്കെന്തോ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. സേനൻ അതുമായിട്ട് ട്രെയിനിൽ പോകുന്ന സമയത്ത് സേനൻ ഒറ്റയ്ക്ക് ഇന്ന് ചിരിക്കുമായിരുന്നു ഇതുമായി. എന്നാൽ ഞാൻ സേനനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ ജഗതിയെ കിട്ടിയത് എൻ്റെ സുഹൃതമാണ്. തീർച്ചയായിട്ടും. കാണാപ്പൂഞ്ചെപ്പിലെ തെങ്കാശി കുങ്കുമം, തെങ്കാശി അവള് അവിടുന്ന് വന്ന ഒരാളായതുകൊണ്ടാണ് അത് അവൻ അവിടെ ഇരുന്ന് ഒറ്റയടിക്ക് എഴുതിയാണ് ആ പാട്ട്. ഇവരിങ്ങനെ അയലിങ്ങനെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഒരു പാട്ടിൻ്റെ BGM-ൽ അവൻ നോക്കുന്നുണ്ട് തട്ടാൻ ഭാസ്കർ. അപ്പോൾ ഒന്ന് കൊതിപ്പിക്കാൻ പറയുന്നുണ്ട്. നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊതിപ്പിക്കൽ പോയിട്ടൊന്ന് അപ്പൊ ഉർവശി ചേച്ചി എന്നെ ചോദിച്ചു അത്രേ, അല്ല അവക്കൊരു തല്ല് കിട്ടേണ്ടതല്ലേ എന്ന് ചോദിച്ചു അത്രേ. 2018 മറ്റാണ്, എപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല, തൊട്ടപ്പൻ റിലീസാവും, തൊട്ടപ്പൻ ഇറങ്ങും. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്തില്ലേ, ഒരു അഭിനയത്തിലേക്ക് കടന്നില്ലേ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ആദ്യത്തെ 3D സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ചലഞ്ച് ഫേസ് ചെയ്തത്? 3 ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായതിൻ്റെ പിറകിൽ എനിക്കല്ല ക്രെഡിറ്റ്, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ജിജോ ആണ്. ഞാനാണ് സജസ്റ്റ് ചെയ്ത് പത്മരാജനെ കൊണ്ട് സ്ക്രിപ്റ്റ് തിരക്കഥ എഴുതിക്കാൻ. ആ കഥയാണ് എൻ്റെ അഭിപ്രായത്തിൽ പത്മരാജൻ കൺസീവ് ചെയ്ത ഫോർമാറ്റ് ഗന്ധർവൻ്റെ ഫോർമാറ്റായിരുന്നു. ഞാനത് എഴുതുന്നതിന് മുമ്പായിട്ട് 13 പേര് കുട്ടിച്ചാത്തന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതി. റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടർ രഘുനാഥ് പലേരിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം സർ. ഇപ്പോൾ ഷാനവാസ് കെ ബാബൂട്ടിയുടെ സിനിമകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കിസ്മത്തോ തൊട്ടപ്പനോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സീരിയസ് ജോണറിലാണ്. ഇപ്പോൾ ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു റോം കോം, ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്, പക്ഷേ ഒരു കോമിക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോമിക് കഥകളിൽ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് സാർ. പൊന്നൂട്ടിടുന്ന താറാവോ, മേലെപ്പറമ്പിൽ ആൺവീടോ, സ്വപ്നം ലോകത്തെ ബാലഭാസ്കരനും, സ്വപ്നം കൊണ്ട് തുലാഭാരവും, ഇങ്ങനെ പറയാവുന്ന ഒരുപാട്, മഴവിൽ കാവടി പോലെയുള്ള ഒരുപാട് സിനിമകൾ എഴുതിയിട്ടുള്ളതാണ്. കാലം മാറി, സംവിധായകൻ പുതിയ കാലഘട്ടത്തിൻ്റെ മേക്കിംഗ് അറിയാവുന്ന ആളാണ്. എന്തുകൊണ്ട് ഷാനവാസിനെ ഈ സിനിമയിലേക്ക് സാർ സെലക്ട് ചെയ്തു, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ കോംബോ സംഭവിക്കുന്നത്? ഞാൻ സെലക്ട് ചെയ്തല്ല ഷാനവാസിനെ. ഷാനവാസ് അങ്ങനെ വന്ന് ചേർന്നതാണ്, എൻ്റെ മനസ്സിലേക്ക് വന്ന് ചേർന്നതാണ്. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു യങ് ഡയറക്ടർ എടുക്കുക അങ്ങനെയൊന്നും ചിന്തയൊന്നുമല്ല. സംഭവിച്ചു. ഷാനവാസിൻ്റെ പടം ഞാൻ ചെയ്തു, തൊട്ടപ്പൻ, അതിൽ അഭിനയിച്ചു. അതിൽ തന്നെ ആദ്യമായിട്ട് അഭിനയിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം അതിനു മുമ്പ് ഞാനൊരു തമിഴ് പടത്തിൽ ചെറുങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്തു പോയതാണ്. അത് ആ സമയത്ത് ആ പടത്തിൻ്റെ എന്താ പറയുക, ലൈറ്റ് നോക്കുന്നത് ഞാനായിരുന്നു. അപ്പോൾ സ്വിച്ച് ബോർഡ് എൻ്റെ കയ്യിലായിരുന്നു. അത് ബസ്സിനകത്താണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടും ഒരു സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ സഹായം ഡയറക്ടർ ചോദിച്ചു. അതുകൊണ്ട് അവിടെ നിന്നിട്ട് ഞാൻ അഭിനയിച്ച് വിട്ടതാണ് ആ ക്യാരക്ടർ. ആദ്യത്തെ ഫിലിമിലുള്ള ഒരു വേഷം എന്നൊക്കെ പറഞ്ഞാൽ അത് വേണം നമുക്ക് എണ്ണാം. പക്ഷെ ഇത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അവൻ എന്നോടത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും റിക്വസ്റ്റ് ചെയ്യും, അതങ്ങനെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തില്ലെന്നാണ് ബാബുക്കുട്ടി പറഞ്ഞത്. അതെ, പെട്ടെന്നല്ല, ഞാൻ അത്ര സീരിയസ് എടുത്തു. ഞാൻ വിചാരിച്ചു തമാശ പറയണമെന്നാണ് വിചാരിച്ചത്. പിന്നെ അവസാനം സീരിയസ് ആണെന്നുണ്ടപ്പോൾ എനിക്ക് ഒന്ന് വേഗം രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ അവസാനം ഞാൻ 2 പേരോട് ഒരു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഒന്ന് അൻവർ റഷീദിനോടാണ് ചോദിച്ചത്. അൻവർ റഷീദ് ചെയ്യാൻ പറഞ്ഞു. ചെയ്തില്ല, ഞാൻ അവൻ്റെ സ്വാതന്ത്ര്യം കാണിച്ചുകൊണ്ട്, എന്നെ അധികാരം കാണിച്ചുകൊണ്ട് പറഞ്ഞു. സത്യനോട് ഞാൻ ചോദിച്ചു, സത്യനന്ദിക്കാരനോട്. പിന്നെ മക്കളോട് ചോദിച്ചു. ആദ്യം ഞാൻ മക്കളോടാണ് അത് പറഞ്ഞത്, വേറെ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പടം വന്ന ശേഷമാണ് അവരൊക്കെ അത് കാണുന്നത്. റൈറ്റ് ഡിസിഷൻ ആയിരുന്നു. അതെ, പക്കായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ചോദിച്ച ചോദ്യം വിടാതെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ. സാർ, ആ അന്ധനായ മനുഷ്യൻ്റെ ആ സമയത്തുള്ള ഫീലിങ്സും അയാൾ ചതിക്കപ്പെടുമ്പോൾ ഉള്ള വികാരങ്ങളും ഒക്കെ എങ്ങനെയാണോ നമ്മൾ സാറിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്, അതായത് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യായിരുന്നു. സാറ് എങ്ങനെയാണ് തപ്പിത്തടഞ്ഞു വരുന്നത്, അന്ധനാണെന്ന് ശരിക്കും ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മളെ. അതും ഈ തപ്പിത്തടയുന്നതൊക്കെ ഇങ്ങനെ കൈവയ്ക്കുന്നതെന്ന് ഒക്കോടായി പോകുന്നില്ല. ഇത് അസാധ്യ ഒബ്സർവേഷനാണ്. അതും സാറ് കണ്ണുള്ള ഒരാളാണ്, ഇതെങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അതാണ് അഭിനയത്തിൻ്റെ ശേഷി എന്ന് പറയുന്നത്. ആ സാധനം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കണേ. സാർ എങ്ങനെ ഇത് ഇത്രയും ഒബ്സർവ് ചെയ്ത് ഒപ്പിച്ചത്? എനിക്ക് കാഴ്ചയില്ലാതങ്ങ് തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. അങ്ങനെ ഉള്ളിലങ്ങ്? അതെ, ഞാൻ ഉള്ളിലങ്ങ് കൺസീവ് ചെയ്തു.
ഐ ആം ബ്ലൈൻഡ്. എൻ്റെ ഒരു പ്രസൻ്റ് അവസ്ഥ പോലും ഞാൻ മറന്നു. അപ്പോൾ അത് എല്ലാവരും പറയുമ്പോൾ അത് വിശ്വസിക്കണം എന്നില്ല. അതിന് എനിക്കൊരു അനുഭവമുണ്ട്. പ്ലാറ്റ്ഫോമിൻ്റെ പില്ലേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ചുറ്റും സിമെൻറ്റ് ചെയ്തിട്ടൊരു ഇരിപ്പിടം ഉണ്ടാക്കും റെയിൽവേയിൽ, പ്ലാറ്റ്ഫോമിൽ കാണാം. അപ്പം അങ്ങനെ ഒരു ഇരിപ്പിടത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ഇടയ്ക്ക് സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ കാത്തിരിക്കുക. മകൾ ട്രെയിനിൽ വരുന്നുണ്ട്. ആ ട്രെയിൻ വരാൻ ലേറ്റ് ആകുമ്പോൾ അദ്ദേഹം എന്നോട് എന്തോ പറഞ്ഞു. ഞാനും അതിന് മറുപടി കൊടുത്തു. അത് കഴിഞ്ഞ് ട്രെയിൻ വന്ന ശേഷം അയാൾ എഴുന്നേറ്റു. എന്നോട് തൊട്ടിട്ട് പറയണം ഞാൻ മോളെ നോക്കട്ടെ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ ബ്ലൈൻഡാണ്. അതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അയാൾ പോകുന്നത് ഞാൻ നോക്കുമ്പോൾ അയാൾ വളരെ ഭംഗിയായിട്ട് ആ ട്രെയിനിൻ്റെ നേരെ നടക്കുകയും അവിടെ എത്തിയ ശേഷം അയാളെ മകൾ വന്ന് അയാളെ തൊടുകയും ചെയ്തു, പിടിക്കുകയും ചെയ്തു. അയാൾക്ക് ഇനിയിപ്പോൾ അല്പമെങ്കിലും കാണുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അയാൾക്ക് കാഴ്ചയില്ലായിരുന്നു എന്ന് എനിക്കറിയാം. പിന്നീട് ഞാൻ അദ്ദേഹത്തെ പോയി പരിചയപ്പെട്ടു. അപ്പോൾ അതിന് കാഴ്ചയില്ല. ഞാൻ അദ്ദേഹത്തിനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. കാഴ്ചയില്ലാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുമുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ എന്തോ എനിക്കങ്ങനെ തോന്നി. ഞാനങ്ങ് മറന്നു എന്നെ, ഞാനൊന്നും കാണുന്നില്ല എന്നുള്ളത്. അതിനൊരു തമാശ ഉണ്ടായിട്ടുണ്ട്. ഷോട്ട് എടുക്കുന്ന സമയത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടർ എനിക്ക് ഇവിടെ സാർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു, കൈ കൊണ്ട് കാണിച്ചു. ഞാനവിടെ പറഞ്ഞു പോഡറാ, എനിക്ക് കണ്ടു കാണില്ല എന്ന്. മനസ്സിലായില്ലേ? എനിക്ക് ഞാൻ കാണുന്നില്ല. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിംഗ് വന്നതായിരിക്കും. ശരിക്കും എന്നോട് അത് ഉൾക്കൊണ്ട് സംസാരിച്ചത് വിനായകനാണ്. അതുകൊണ്ടാവാം വിനായകൻ്റെ കൂടെ അത് ചെയ്ത സമയത്ത് ആ ഷോട്ടൊക്കെ ഒരുപക്ഷെ ഞാൻ പിന്നീടാണ് കാണുമ്പോഴും എനിക്കറിയില്ലല്ലോ നമ്മുടെ ഒരു അവസ്ഥ. അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ്, ഒരു ഇന്നർ സ്പിരിറ്റ് ഉണ്ട്, നമുക്ക് കിട്ടും. അത് സാറ് ബിഹേവ് ചെയ്യുമ്പോൾ ഒരിടത്തും സാർ അന്ധനല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സാറിനെ അറിയാം, പേഴ്സണലി അറിയാവുമ്പോഴും ആ ക്യാരക്ടറായിട്ട് കാണുമ്പോൾ അയാൾ ആക്ട് ചെയ്യുകയാണ് എന്നുള്ളത് ഒരു സ്ഥലത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വിനായകൻ അസാധ്യ ആക്ടറാണ്, അതേപോലെ റോഷനും ഒക്കെ അതിനകത്ത് എല്ലാവരും മത്സരിച്ച് അഭിനയിക്കുന്ന, എന്ന് വെച്ചാൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് ഓ ബേബിയിൽ ഞാൻ കാണുന്ന സമയത്ത് മറ്റൊരു കഥാപാത്രമാണത്, വേറെ ലെവൽ കഥാപാത്രമാണ്. അത് കഥാപാത്രത്തിൻ്റെ എഴുത്തുകൊണ്ട് കൂടി ആ കഥാപാത്രത്തിന് കുറേ ഹെവിനെസ് കിട്ടും. അതിൽ സാറിനെ പ്ലേസ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഇയാളെ ജയിക്കാൻ പറ്റുന്നില്ല, ഇയാളെ ജയിക്കാൻ പറ്റില്ല എന്നൊരു സാധനമില്ലേ, അതിങ്ങനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ക്യാരക്ടർ ഓ ബേബി രഞ്ജൻ പ്രമോദിൻ്റെ ഒരു നല്ല പടങ്ങളിലൊന്നായിട്ടാണ്. അത് തിയേറ്ററിൽ ഒരു പക്ഷേ വലിയ സക്സസ് ആയില്ല, പക്ഷേ ആ പടം നിലനിൽക്കും, മലയാള സിനിമയിൽ നിലനിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സാർ ആ പടത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ അഭിനയം പഠിച്ചു കഴിഞ്ഞു, പക്ഷെ അവിടെ പുതിയ ക്യാരക്ടറാണ്, പുതിയ രീതിയാണ്. അതെങ്ങനെയാണ് മേക്ക് ചെയ്തത്? അഭിനയം പഠിച്ചു കഴിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പക്ഷെ ആ ക്യാരക്ടർ അതുപോലെ എനിക്ക് രഞ്ജൻ മോഹൻ്റെ ആ ക്യാരക്ടർ വളരെ ഇഷ്ടമായിരുന്നു. നെയ്സ് ഓൾസോ അവൻ്റെ ഒരു പേഴ്സണൽ കൺസെപ്ഷൻ വളരെ ഡിഫറെൻ്റാണ്. രഞ്ജൻ ക്യാരക്ടേഴ്സിനെ കാണുന്നതൊക്കെ വളരെ ഇത്തിരി ഒരു ഫിലോസോഫിക്കൽ ലൈനിലൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ് ഒരു പരിധി വരെയൊക്കെ. വളരെ പവർഫുള്ളാണത്. സൈലൻ്റ് ആയി നിന്നുകൊണ്ട് അധികം സംസാരിക്കാതെ, അതും അങ്ങനെ സംഭവിച്ചു. ഓ ബേബിയിലെ എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആളാണ് അദ്ദേഹം. ഒരു വെറ്ററൻ ഡ്രാമാറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേശി ചലനങ്ങളൊക്കെ വളരെ ഡിഫറെൻ്റാണ്. പിന്നെ ഇപ്പുറത്തെ നമ്മളെ ദിലീഷ് പോത്തൻ ഒരു അഭിനേതാവിൻ്റെ എല്ലാ മസാലകളും എല്ലാ കൂട്ടുള്ളൊരു ആളാണ്. ദിലീഷിനെ ഞാൻ ആ ക്യാരക്ടർ കാണുന്നതും ഈ ബേബി എന്നുള്ള ക്യാരക്ടറെ ഞാൻ കാണുന്നതും ബേബിയുടെ ഒരു രക്ഷകനും ഒരു അതോറിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദിലീഷിനോട് ബാലൻസ് ചെയ്യുക എന്നുള്ളത്, ആ ഉള്ളിലുള്ള ബോധമുണ്ടല്ലോ, അതെന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. നല്ല വിഷമം അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. വിഷമം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്തത് എല്ലാം. ഇപ്പം അദ്രുമാൻ്റെ ക്യാരക്ടറും ഈ ക്യാരക്ടറൊക്കെ ഞാൻ വളരെയേറെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ക്യാരക്ടറായി മാറിയപ്പോഴൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ചില നടന്മാരൊന്നും ഈ ക്യാരക്ടർ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുകളയും മനസ്സെന്ന്. എനിക്കിത് വിടാൻ ഇത്തിരി സമയമെടുക്കും. ഇന്നും എന്നെ വിട്ടുപോകാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളെയും വിട്ടുപോകാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ്. ചിലപ്പോൾ വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി, മലയാള സിനിമ എത്ര കാലം ഉണ്ടാവോ അത്ര കാലം നമ്മൾ സാറേ എങ്ങനെ ഇത്രയും, അതായത് ഹ്യൂമറസ് ആയിട്ടുള്ള ഒരുപാട്, അതിൽ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, അതായത് മലയാള സിനിമയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട 2 സിനിമ ചോദിച്ചാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത്
വെച്ചിട്ടുള്ള 2 സിനിമകളിൽ ഒന്ന് മേലെപ്പറമ്പ് ആൺവീടും ഒന്ന് ഗോഡ് ഫാദറുമാണ്. ഇതെന്തുകൊണ്ട് എന്ത് സമവാക്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഞാൻ പക്ഷേ വാദവരാതെ സംസാരിക്കും ഈ 2 സിനിമകളെക്കുറിച്ചും. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തിരക്കഥാരചന ഇതിനകത്തുണ്ട്. എപ്പോഴൊക്കെ ട്വിസ്റ്റ് വരണോ അപ്പോഴൊക്കെ ട്വിസ്റ്റ് വരും. ഇതിനകത്ത് ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. പ്രേമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രേമമുണ്ട്, ഹ്യൂമർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹ്യൂമറുണ്ട്, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നാൽ നരേന്ദ്രപ്രസാദിൻ്റെ ക്യാരക്ടറൊക്കെ ഇതുവരെയ്ക്കും നിർവചിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല. കാരണം അയാൾ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. നരേന്ദ്രപ്രസാദിൻ്റെ ശബ്ദം പോലും നമ്മൾ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്ന അങ്ങനെയല്ല. ആ പ്ലേസ്മെൻറ്റും ഒക്കെ അത് സംവിധായകൻ്റെ ബ്രില്യൻസും കൂടെ ഉണ്ട്. സാറിൻ്റെ എഴുത്തുകൂടെ വന്നിട്ട് ഇതിനകത്ത് ചേർന്നിട്ട് ഇവരെല്ലാവരും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അത് ഒരു ജഗദീഷ് ശ്രീകുമാറിലോ ഒരു ജനാർദ്ദനൻ ചേട്ടനിലോ അവസാനിക്കുന്നതല്ല ആ സിനിമയുടെ ഹോൾ ഐഡിയ. ഇത് കഴിഞ്ഞിട്ടാണ് നായകനും നായികയൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ കഥയാണ്. പക്ഷേ ഇത് തിരക്കഥയിലേക്ക് വരുമ്പോൾ തിരക്കഥയാണ് വിശ്വസനീയത നൽകുന്നത്. ആ സാഹചര്യത്തിന് എങ്ങനെയാണ് ഞാൻ ഇത്രയേറെ വാദവരാതെ പറയുന്നത്, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില സിനിമകളൊക്കെ സാറ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. സാർ മേലെപ്പറമ്പിൽ ആൺവീടിൻ്റെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴും ഗിരീഷേട്ടനും രാജസേനനുമായിട്ട് ഇരുന്ന് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പരിസരം, കുളം, വീട്, രാത്രിയുള്ള യാത്രകൾ, കുനിഞ്ഞുള്ള പോക്ക്, ഈ സാധനങ്ങളൊക്കെ മോൾഡ് ചെയ്യുമ്പോൾ സാറ് എത്രത്തോളം ഈസി ആയിട്ടാണ് അത് ചെയ്തത്, ഇല്ലെങ്കിൽ റിസ്കി ആയിരുന്നു? ഒരു റിസ്ക് ഉണ്ടായിട്ടില്ല. ഗിരീഷിനെ കൂടെ ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. ഗിരീഷിൻ്റെ ആ സ്റ്റോറി ലൈൻ എനിക്ക് രാജസേനൻ പറഞ്ഞു തരുമ്പോഴേ, ഞാനൊരു തവണ തിരുവനന്തപുരത്ത് ചെന്നതാണ്. സത്യനന്ദിക്കാടിൻ്റെ കൂടെ ഒരു 3-4 ദിവസം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ ചെന്നതാണ്. അപ്പോൾ എനിക്ക് സത്യൻ്റെ ഹോട്ടലിൽ ഞാനും താമസിക്കുന്നത്. സത്യൻ്റെ ഗസ്റ്റായിരുന്നു ഞാൻ. അപ്പം ഞാനുണ്ടെന്ന് അറിഞ്ഞിട്ട് രാജസേനൻ എന്നെ എപ്പോഴും കാണാൻ വരും. എല്ലാ ദിവസവും വന്നിട്ട് ഓരോരോ കഥ പറയും. കഥ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു 2 വരിയിലോ 3 വരിയിലോ കഥ പറയും. കാരണം അദ്ദേഹത്തിനൊരു തിരക്കഥ വേണം. മാനസികപ്പൻ ഡയറക്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. അങ്ങനെ ചിലതൊക്കെ എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ മോശമെന്നല്ല, അദ്ദേഹത്തിനും താല്പര്യമുള്ള വിഷയമാണല്ലോ അദ്ദേഹം പറയുക. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പറഞ്ഞ ഒരു കഥയാണ് ഗിരീഷിൻ്റെ ഈ കഥ. അതിൻ്റെ ഒരു നട്ട്ഷെല്ലാണ് അദ്ദേഹം പറയുന്നത്. പിന്നെയും വന്ന് പിറ്റേന്നും ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഈ ഗിരീഷിൻ്റെ ഈ കഥയിലെ ഈ ഒരു വിവാഹം കഴിക്കുകയും അവിടെ വേലക്കാരിയെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്, ആ എലമെൻ്റ് എനിക്കെന്തോ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അപ്പം 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷാനോട് പറയുന്നത്, അത് വേണമെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന്. അങ്ങനെയാണ് ഞാനത് എടുക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുന്നത്, ആ സ്ക്രിപ്റ്റ് എഴുതുന്നത് മദ്രാസിൽ വെച്ചിട്ടാണ്, ഹോട്ടലിൽ. അവിടെയും സേനൻ വന്ന് എൻ്റെ കൂടെ ഇരുന്നിരുന്നു. ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ചിലതൊക്കെ പറയും. വീട്ടിലിരുന്നിട്ടാണ് ഞാനത് എഴുതുന്നത്. കോമഡി സിനിമയായിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ അല്ല ഞാൻ എഴുതിയത്. അത് എഴുതുന്നത് ഈ നർമ്മത്തിൻ്റെ പൊതിഞ്ഞ ഒരു ലഡു, അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ നർമ്മമല്ല, എനിക്ക് വാസ്തവത്തിൽ അതിൽ ആ പെയിനാണ് ഞാൻ എപ്പോഴും അനുഭവിക്കാറ്. നർമ്മമായിട്ട് പക്ഷേ ഞാൻ ചിരിക്കും, ഞാൻ കരയും, എനിക്ക് സങ്കടം വരും, എനിക്ക് പൊട്ടിച്ചിരിക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ വൈഫ് കാണുന്നുണ്ട്. വൈഫ് വന്നിട്ട് തലയൊക്കെ തടവി തരും, ഭക്ഷണമൊക്കെ എടുത്തു തരും. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി അത് തീർന്നു. പിന്നെ അത് സേനന് ഞാൻ കൈമാറി കൊടുത്തു. സേനൻ അതുമായിട്ട് ട്രെയിനിൽ പോകുന്ന സമയത്ത് സേനൻ ഒറ്റയ്ക്ക് ഇന്ന് ചിരിക്കുമായിരുന്നു. അന്ന് ഞാൻ സേനനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സേനൻ്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീ ആകെ ഭയന്ന് സേന അവർ വിചാരിച്ചു വട്ടാണെന്ന്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റാണ് അത്. ആ സമയത്ത് വേണമെങ്കിൽ അതൊരു 5-6 സിനിമയ്ക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റൊക്കെ ആയി മാറും. അത്രയും അതിനകത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. അത് കംപ്രസ് ചെയ്തെടുത്തോണ്ടാണ് ഇത്രയും നല്ല സിനിമ. അല്ല, ഇത് എഴുതിയ സ്ക്രിപ്റ്റിനകത്ത് ചില സീൻസൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് മാറിയിട്ടുണ്ട്. സേനൻ തന്നെ നിർബന്ധിച്ചിട്ട് ഒരു ചെറിയൊരു എപ്പിസോഡ് എഴുതേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവസരം മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെയൊക്കെ കഥകൾ ഇപ്പം നമ്മൾക്ക് ഇത്രയും വർഷങ്ങളായ സ്ഥിതിക്ക് പലരുടെയും മനസ്സിൽ പല വിധത്തിലുണ്ടാവുക. പക്ഷെ എനിക്ക് ഞാൻ ചെയ്ത വർക്കുകളെല്ലാം തന്നെ ഒരു റോളിങ് ഫിലിം മാതിരി എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ എല്ലാ മൊമെൻറ്റും ഞാൻ എൻ്റെ ലൈഫിലുള്ള പല കാര്യം മറക്കുമെങ്കിലും ഈ എഴുത്തിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും മറക്കാറില്ല. എല്ലാം എൻ്റെ കയ്യിലുണ്ടാവും. ആ വിഷ്വലായിട്ട് കാണും. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, നീ എൻ പുന്നകൈ മന്നൻ, ഇത് ജഗദീഷ് ശ്രീകുമാർ പറയുന്ന സമയത്ത് സാറ് ഉൾക്കൊണ്ടതാണോ, ആ ആർട്ടിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമുണ്ട്? ഇത് കണ്ടപ്പോൾ സാറിന് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ടോ? ഒരു സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ അത് ലിറ്റററി ഫോമിലാണ് നമ്മൾ എഴുതുന്നത് അല്ലേ, നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലെ വിഷ്വൽ നമ്മൾക്കേ അറിയുള്ളൂ. ഇപ്പം എൻ്റെ വിഷ്വൽ എനിക്കല്ലേ അറിയുള്ളൂ.
അത് ലിറ്ററേച്ചറിലൂടെ അല്ലെങ്കിൽ ലിറിക്കിലോ എഴുത്തിലൂടെ ഞാൻ ഡയറക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മുടെ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ ഇവരൊക്കെ അപാര ജ്ഞാനമുള്ള ആൾക്കാരാണ്. അതാണ് ഇപ്പോൾ ദാസേട്ടനെ നമ്മളൊരു പാട്ട് വരി എഴുതി കൊടുത്തു. അതെ, വരി എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ മൂളും, എഴുത്തുകാരൻ മൂളും, ലിറിക്സിന് മൂളും. വയലാർ മുതൽ എല്ലാവരും പാടിക്കൊണ്ടിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ഉള്ളിൻ്റെ ഉള്ളിൽ പാടും. പക്ഷെ അത് ഈ പർട്ടിക്കുലർ ഒരാൾ കമ്പോസ് ചെയ്തിട്ട് ആ മനുഷ്യൻ പാടുമ്പോൾ അത് വേറൊരു പ്രതലത്തിൽ നിന്ന് വരുന്ന ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അതേപോലെയാണ് ഈ തിരക്കഥയിലെ സീൻസിനൊക്കെ തന്നെ. ഇപ്പം അത് ഞാൻ കൊടുത്തു അദ്ദേഹത്തിന് ഷൂട്ടിംഗ് സമയത്ത്. ജഗതി അത് പറയുമ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം സംഭവിക്കും. ഒരു ഫ്ലൈറ്റ് വരും. അത് അതേ സാധനം ആലുമൂടനോ നെടുമുടി വേണുവോ ഇയാൾ പറയുമ്പോൾ അത് വേറെ ലെവലിലാണ് വരിക. അത് ആ പർട്ടിക്കുലർ സ്ഥലത്ത് ആ ഇതിൻ്റെ നർമ്മവും എല്ലാം കൂടെ ചേർന്ന് ജഗതി പറയുമ്പോൾ അതിന് വേറൊരു ഫ്ലെയർ കിട്ടും. ജഗതിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ, ഫൈനൽ ലോഞ്ചിൽ ജഗതി എങ്ങനെയാണ് അത് പെർഫോം ചെയ്യാന്ന് ജഗതിക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കാർക്കും അറിയില്ല. ജഗതി എന്തെങ്കിലും വിധത്തിൽ അതിന് ഒരു ഇളക്കം കാണിക്കും. ഇപ്പം ആ പടത്തിൽ തന്നെ ആ പടത്തിൽ തന്നെ എത്രയോ ഷോട്ടുകളിൽ എല്ലാവരും ഉള്ള ഷോട്ടിൽ പോലും ജഗതിയുടെ ഒരു ബോഡി ലാംഗ്വേജ് മാറുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് ആ മനുഷ്യൻ്റെ ഒരു അസാധാരണ. അതുകൊണ്ടാണ് ആ പ്രതിഭ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതെ അതെ. ഇപ്പോഴത്തെ കാലത്താണ് ഇപ്പം ഈ മേലെപ്പറമ്പിൽ ആൺവിടുന്നുണ്ട് തിരക്കഥ ഞാൻ എഴുതുകയും സേനൻ സംവിധാനം ചെയ്യുകയും ആണെന്ന് വിചാരിക്കാം. ഒരു മണ്ടൻ ഉത്തരമാണത്. അപ്പോൾ ഇത് ഇവർ ജഗതി ഇന്നില്ല. ജഗതിൻ്റെ കണ്ടീഷൻ ജഗതി ഒരിക്കലും അത് വരില്ല, ജയറാം വരണമെന്നില്ല, എല്ലാവരും പ്രായമായ ആൾക്കാരെ. അപ്പോൾ ഇതിൽ വരുന്ന പുതിയ ആൾക്കാരായിരിക്കാം അല്ലേ? അവരത് എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ കാര്യങ്ങൾ റിയാലിറ്റി വെച്ചുകൊണ്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിയാലിറ്റിയിൽ അതാ മറ്റാരെങ്കിലും ആണോ എന്നൊക്കെ ചിന്തിക്കാനും പാടില്ല. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സീക്വൻസും ലിഫ്റ്റിംഗ് ആണ്. വിഷ്വലി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് അത് നിന്ന പ്രതലത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യുകയാണ്. അത് ലോഞ്ച് ചെയ്യുന്നതിനൊരു ഭംഗിയുണ്ട്, ഒരു ഫ്ലവറിങ് മൂഡുണ്ട് അതിന്. അത് ഞാനൊക്കെ ഭാഗ്യവാനാണ്. എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ ജഗതിയെ കിട്ടിയത് എൻ്റെ സുഹൃതമാണ്. തീർച്ചയായിട്ടും അങ്ങനെ വേണം കാണാൻ. എല്ലാവരും ഈവൻ മീന, നരേന്ദ്രപ്രസാദിനെ ഞാൻ പണ്ട് മുതലേ അറിയും. അദ്ദേഹം കോളേജ് പ്രൊഫസറായിരിക്കുമ്പോഴേ അറിയും. പക്ഷെ അദ്ദേഹമൊക്കെ എനിക്കൊരു ക്യാരക്ടറായിട്ട് എൻ്റെ ജീവിതത്തിൽ സിനിമയിൽ വരുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ഒരിക്കൽ പോലും കരുതിയിട്ടില്ല. അപ്പോൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹം ഞാനും തമ്മിൽ ഒരു റാപ്പോർട്ട് വേറെയാണ്. അത് അവിടെയുള്ള എല്ലാവർക്കും അറിയണമെന്നില്ല. ഇപ്പോൾ ജയറാമൊക്കെ എന്ത് രസമായിട്ട് ചെയ്തതാണ്. ശോഭനയെ ഞാൻ ആദ്യം കാണുന്നത് 1 മുതൽ 0 വരെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എറണാകുളത്ത് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. കലൂരുള്ള KTCൻ്റെ പഴയ ഹോട്ടലാണ്. 1 മുതൽ 0 വരെ ഷൂട്ടിങ്ങിന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് അവിടെ വെച്ചിട്ടാണ് ഏതൊരു പടത്തിന് വന്ന ശോഭനയെ ഞാൻ കാണുന്നത്. അന്ന് കണ്ട് പരിചയപ്പെട്ടിരുന്നു. പിന്നീട് ഈ ശോഭനയൊക്കെ ആ പടം ചെയ്യാൻ വന്നു എന്ന് പറയുന്നതും അവളുടെ ഒരു ക്യാരക്ടറൈസേഷനും അവളുടെ പ്രസൻറ്റേഷനൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യും. ഗിരീഷ് പുത്തഞ്ചേരി അതിനകത്തൊരു വരികൾ എഴുതിയിരിക്കുന്നത്, വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും, കാണാപ്പൂഞ്ചെപ്പിലെ തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ. ഇത് സിനിമയായിട്ട് ഒരുപാട് കണക്റ്റഡാണ്. ഇതൊരു ഇറോട്ടിക് സോങ് ആണ്. ഒരുപക്ഷെ ഇറോട്ടിക് സോങ്സിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ അസാധ്യമായ പാട്ടുകളിൽ ഒന്നാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാണാപ്പൂഞ്ചെപ്പിലെ തെങ്കാശി കുങ്കുമം, തെങ്കാശി അവിടെ നിന്ന് വന്ന ഒരാളായതുകൊണ്ടാണ് ആ സമാഗമത്തിൻ്റെ ദിവസം ഇങ്ങനൊരു പാട്ട് വരുന്നത്. ഈ അർത്ഥത്തിലുള്ള ഒരു വർത്താനം സാറും ഗിരീഷ് ചേട്ടനും തമ്മിൽ ഏതെങ്കിലും സാഹചര്യത്തിലുണ്ടായി? ഇല്ല. ഞാൻ ഗിരീഷിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ പറയുക, ഗിരീഷിനറിയാം ഗിരീഷിൻ്റെ ഒരു സ്റ്റോറി എലമെൻ്റ് ആണ് ഇതെന്ന്. ഗിരീഷ് വല്ലാത്തൊരു മനുഷ്യനാണ്. അയാളുടെ ഉള്ളിൽ മുഴുവൻ സ്നേഹമാണ്. രഞ്ജിത്തും ഗിരീഷൊക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ സമയത്ത് തന്നെ ഞാൻ അറിയും. അതിന് മുമ്പ് തന്നെ അറിയും. ഗിരീഷ് അതിന് മുമ്പേ അറിയും. അവരൊരു വല്ലാത്തൊരു ടീമായിരുന്നു. ഗിരീഷിൻ്റെ കഥ എടുത്ത് ഞാനിങ്ങനെ അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഗിരീഷിനറിയാൻ ഞാൻ എഴുതുന്നത് രാജസേന എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് മദ്രാസിലെ ഹോട്ടലിൽ ഗിരീഷ് വന്നു. ഭയങ്കര സ്നേഹം, രഘുവേട്ടാന്ന് വിളിച്ചിട്ട് വല്ലാത്തൊരു വാത്സല്യ ഭാവമാണ്. രാനിയൻ്റെ അവസ്ഥയാണ് അവന്. എൻ്റെ മുമ്പിൽ പെന്നൊക്കെ വെച്ചിരുന്നിട്ട് എന്നോട് കൈ കെട്ടിയിട്ട് പറയാണ്, കഥ പറയുക.
അവന് ഞാൻ പറഞ്ഞു കൊടുക്കണം കഥ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് കഥ കേൾക്കാൻ വരികയാണ്. ഞാൻ അവനോട് അവൻ്റെ കഥ അവനെ കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഈ സോങ് സിറ്റുവേഷൻ എനിക്കറിയാം ഇവനെ ഇതിനാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴവനറിയില്ല, അവൻ്റെ ഉള്ളിലില്ലേ ഇത്. ഇതിൻ്റെ ഒരു വിധത്തിലുള്ള ഭാവാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഞാൻ വിശദീകരിച്ചിട്ടില്ല. അത് അവൻ അവിടെ ഇരുന്ന് ഒറ്റയടിക്ക് എഴുതിയാണ് ആ പാട്ട്. അതിനേക്കാൾ ഉപരി ഞാൻ അതിൽ രാജസേനയും ആനന്ദക്കുട്ടനാണ് ക്യാമറ ഫോട്ടോഗ്രാഫി. ആനന്ദക്കുട്ടനെയും അതിൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. സേനൻ ആ ഷോട്ട് എടുത്തതും ആ രംഗം എടുത്തതും അതിമനോഹരമായിട്ടാണ്. അതിൽ ഈ ശോഭന, ആ ഫസ്റ്റ് ആ ലൈനിൽ ശോഭന ഇവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നൊരു ഷോട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷോട്ടാണ്. ജോൺസണിൻ്റെ അയാൾ ആ ലിറിക്കാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അസാധ്യമാണ്. ഈ പൊന്മുട്ടയിടുന്ന താറാവ് ആവർത്തിച്ച് ഞങ്ങൾ കാണുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ അമ്മ തട്ടാമ്പാക്കരൻ എന്നാണ് ശ്രീനിവാസനെ ആ കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, അമ്മാമ്മയ്ക്ക് പിന്നെ തട്ടാമ്പാക്കരനെ അറിയാവൂ ശ്രീനിവാസനെ. അപ്പോൾ ശ്രീനിവാസനെ എപ്പോൾ കണ്ടാലും അമ്മാമ്മ പറയുമായിരുന്നു തട്ടാംഭാസ്കരൻ. എനിക്കതിൽ സ്നേഹലതയെയും പവിത്രനെയും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ഉള്ളിൽ നിൽക്കുകയാണ്. സ്നേഹലതയുടെ ക്യാരക്ടർ ഒരുപക്ഷെ ഉർവശി ചേച്ചിയെ ഒരുപാട് ക്യാരക്ടർ, മഴവിൽക്കാവടി ആയിക്കോട്ടെ, കടിഞ്ഞൂൽ കല്യാണം, എല്ലാ ക്യാരക്ടേഴ്സും സാറ് കൊടുത്തിരിക്കുന്നത് ഉർവശി ചേച്ചിയുടെ അസാധ്യമായിട്ടുള്ള അഭിനയശേഷി. ഈ അടുത്ത കാലത്ത് ജെ ബേബി എന്ന് പറയുന്ന പടം, പാരഞ്ജിത്തിൻ്റെ പ്രൊഡക്ഷനിലുള്ള നീലം പ്രൊഡക്ഷൻസിൻ്റെ പടം ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ചേച്ചിക്ക് കൊടുത്തൊരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ എന്നാണ്. അസാധ്യമാക്കിയിട്ടുണ്ട് ചേച്ചിയുടെ ഒരു അഭിനേതാവിനെ ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് സർ. ഈ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ചേച്ചിയെക്കുറിച്ച് പറയാം. ഉർവശി ഒരു വെറ്ററൻ ആക്ട്രസ് അല്ലേ. എനിക്ക് അവരാരോടും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അവർ തന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളുടെ ആഴവും പരപ്പും വെച്ച് അവർ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ അവരെ പരസ്പരം ഇന്ന പടത്തിലെ ഇന്ന പോലെ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണോ മനസ്സിൽ കണ്ടത് ആ ക്യാരക്ടറൊക്കെ അതിനൊക്കെ എത്രയോ ഇരട്ടി മുകളിലാണ് അവർ അത് പെർഫോം ചെയ്തത്. അത് അവർക്ക് പോലും അറിയാം. കാരണം ഞാൻ എന്താ കണ്ടതെന്ന് അവരോടൊരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു സ്ക്രിപ്റ്റിലുള്ള ഒരു സംഗതിയെ സത്യൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരിങ്ങനെ അയലിങ്ങനെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഒരു പാട്ടിൻ്റെ BGM അവൻ നോക്കുന്നുണ്ട് തട്ടാൻ ഭാസ്കരൻ. അപ്പോൾ ഒന്ന് കൊതിപ്പിക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ അവരെന്ത് രസമായിട്ടാണ് ചെയ്തത്. ഇതിങ്ങനെ ഇട്ടുകൊണ്ട് അവരിങ്ങനെ നോക്കിയിട്ട് അവരെ കൊതിപ്പിക്കുന്നുണ്ട്. നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊതിപ്പിക്കൽ പോയിട്ടൊരു എളുപ്പമല്ല. നമ്മൾ കാണുമ്പോൾ ഈസി ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ പിന്നെ ഈ ഇവൻ്റെ അടുത്തുനിന്ന് ഈ സ്വർണം വാങ്ങുന്ന സമയത്തും മാല ചോദിക്കുന്ന സമയത്തൊക്കെ ഇവള് പറയുന്ന പച്ചക്കളവാണ്. ഒരു സ്നേഹവും ഈ കക്ഷിയുടെ അവൾക്കില്ല. പക്ഷെ അത് ആ വെട്ടിമുറിക്കുന്ന പോലെ അവളത് പച്ചക്കിങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഈ മത്സ്യമൊക്കെ മുറിച്ചെടുത്ത് വെക്കുന്നത് മാതിരിയാണ് അവനോട് ഭാസ്കരനോട് പറയുന്നത്. അപ്പം അവളുടെ അത് ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് പറയുന്ന എക്സ്പ്രഷൻസൊക്കെ അസാധ്യ എക്സ്പ്രഷൻസാണ്. അതേസമയം ഇവനറിയാം 5 പൈസ കൊടുക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് പറയും. അതും ശ്രീനിവാസൻ്റെ ക്യാരക്ടറും അത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അവനെ മറ്റന്നത് കൊടുത്തിരുന്നെങ്കിലും അവന് കഠിനമായ സ്നേഹമാണ് അവളോട്, വെറും സ്നേഹം. പിന്നീട് എപ്പോഴെങ്കിലും ഭാവിയിൽ വരുമ്പോഴല്ല അപ്പം നമുക്ക് ഫേസ് ചെയ്യാമെന്നൊക്കെ അവൻ തീരുമാനിക്കുന്നുണ്ടാവും എന്ന് കഴിയും. പക്ഷേ ഇവളെ വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടും ഭംഗിയുടെ അച്ചോടൊക്കെ കളവ് പറയുന്നതൊക്കെ ഞാനൊക്കെ വിചാരിച്ചതിനൊക്കെ എത്രയോ മുകളിലാണ് അവരൊക്കെ. ആ സിനിമയെക്കുറിച്ച് ഒരു കമൻറ്റ് ജയറാമേട്ടൻ പറഞ്ഞത്, ഈ അവൾക്കൊരു തല്ല് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പക്ഷെ തല്ലാതെ ഒഴിവാക്കി. അപ്പോൾ ഉർവശി ചേച്ചി എന്നെ ചോദിച്ചു അത്രേ, അല്ല അവൾക്കൊരു തല്ല് കിട്ടേണ്ടതല്ലേ എന്ന് ചോദിച്ചു അത്രേ. പക്ഷെ അത് തല്ലാതെ തന്നെ ഒഴിവാക്കി വിട്ടു എന്ന് പറയുന്ന ആ സ്പേസിലൊക്കെ സാറ് ചിത്രീകരണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? ഞാൻ തുടക്കം വരെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആവില്ല. ഞാൻ പറഞ്ഞതോട് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞ് സത്യനാണോ രാജസേനോ കൊടുത്തു കഴിഞ്ഞാൽ അവരാവശ്യപ്പെടാതെ ഒരിക്കലും അതിൽ ഞാൻ കയറി ഇൻവോൾവ് ആവില്ല. അത് തെറ്റാണ്. എൻ്റെ ഒരു എത്തിക്സിന് അത് സമ്മതിക്കില്ല. ഒരു ദോശ ഇടാൻ വേണ്ടി മാവ് അരക്കി കൊടുത്തു കഴിഞ്ഞാൽ ദോശ ചുട്ട് എനിക്ക് തരണം അവർ. ഞാൻ ഈ സിനിമ അവരൊന്ന് പ്രതീക്ഷിക്കുകയല്ലേ, അല്ലാണ്ട് ഞാനത് അതുണ്ടാക്കുന്ന ഒരാളല്ല. എൻ്റെ സ്ക്രിപ്റ്റോട് കൂടി അത് തീർന്നു, എൻ്റെ ജോലി കഴിഞ്ഞു. പക്ഷേ അതിലെന്തെങ്കിലും മാറ്റം വരുത്തുകയോ എന്തെങ്കിലും ഒരു കല്ല് നീങ്ങിപ്പോയാലോ ഇതിൻ്റെ മൊത്തം അൽഗോരിതം തെറ്റും. അപ്പം ഒരു പക്ഷേ വേണമെങ്കിൽ എനിക്ക് പറയാം. അങ്ങനെ ഞാൻ ഇടപെടാറുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു സംവിധായകൻ്റെയോ അല്ലെങ്കിൽ നടൻ്റെയോ ഉള്ളിൽ കയറി ഞാൻ ഒരിക്കലും
ഇടപെടില്ല. അത് ബേസിക് എത്തിക്സ് അല്ല, അത് ശരിയല്ല. അത് എൻ്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഞാനൊരു തിരക്കഥ ഒരാൾക്ക് കൊടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു ഭംഗിയുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ തിരക്കഥ ഞാൻ ഒരാൾക്ക് എഴുതി കൊടുത്തു. 3 മാസത്തോളം ചിലവഴിച്ച് ഞാൻ എഴുതി കൊടുത്തു. ഷൂട്ടിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹം തിരക്കഥ സംഭാഷണം എന്നുള്ള ആ ഇത് വെട്ടിയിട്ട് തിരക്കഥ സംഭാഷണ സംവിധാനം അദ്ദേഹത്തിൻ്റെ പേരെഴുതി. എൻ്റെ മുൻപിൽ നിന്നിട്ടാണ് വെട്ടുന്നത്. അദ്ദേഹമാണ് പേരെഴുതുന്നത്, അദ്ദേഹത്തിൻ്റെ പേരാണ് എഴുതുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ചിരിച്ചുപോയി. ഞാൻ ആലോചിച്ചത് ഇയാൾക്ക് എന്തെങ്കിലും മനോരോഗമുണ്ടോയെന്നാണ്. അല്ലാണ്ട് എൻ്റെ ക്രെഡിറ്റ് അയാൾ എടുക്കുന്നതല്ല. എന്തോ കുഴപ്പമുണ്ടോ ഇദ്ദേഹത്തിന്? ഒരാൾ എടുക്കുമോ അങ്ങനെ? ഒരാൾ ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. തൻ്റേതല്ലാത്തൊരു സാധനം സ്വന്തമാക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു മനോരോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്, അല്ലാതെ അതൊരു കഴിവല്ല. അതോടുകൂടി ആ വലിയ നമ്മൾ ആർക്കാണോ ചെയ്തു കൊടുക്കുന്നത് അയാളെ പറ്റിയുള്ള എല്ലാ ഇതും കുടഞ്ഞ് താഴെത്തും. നമ്മൾ അയാളെ മനസ്സിൽ ഒരു ഉന്നത സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഒരു സംഗതി ചെയ്തു കൊടുക്കുന്നത്. ആ പ്രവൃത്തിയുടെ അയാൾ ഏറ്റവും താഴേക്ക് വരും. അപ്പം ഞാൻ ചിരിച്ചുപോയി. അപ്പം എൻ്റെ അത് നെടുമുടി വേണു ഉണ്ടായിരുന്നു. വേണുവിനോട് ചോദിച്ചു, എന്താ ഇതിങ്ങനെ, ഇയാൾക്ക് എന്താ തകരാറുണ്ടോ? അപ്പോൾ വേണു എന്നോട് പറഞ്ഞ വാചകം, സിനിമയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ നടക്കും, എന്താ ചെയ്യുക? വേണുവിൻ്റെ ഒരു നിസ്സഹായതയാണ് ഞാൻ അവിടെ കണ്ടത്. പക്ഷെ ആ പടം അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അന്ന് തിരിച്ച് 5-8 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അച്ഛനോട് ഞാൻ ഈ കഥ പറഞ്ഞു, ഈ സംഭവം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിട്ട് കളയണം, ഒരു കാര്യമില്ല, ഇങ്ങനെയൊന്നല്ല, ഇതൊന്നുമല്ല ജീവിതം എന്ന് അച്ഛൻ പറഞ്ഞ സമയത്ത് കിട്ടിയൊരു തിരിച്ചറിവുണ്ടായിരുന്നു എനിക്ക്. ഇത് ഞാനാണ് ചെയ്തത്, അങ്ങനെ തോന്നലുണ്ടായിട്ടേ ഇല്ല. അല്ല, അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ പറയുക, നമ്മൾക്ക് നിരാശ ഉണ്ടാവില്ല, നമുക്ക് ഒരാളെയും കുറിച്ച് മോശം പറയേണ്ടി വരില്ല. ഒരു തിരക്കഥ എഴുതുന്നത് എൻ്റെ കഴിവല്ല വാസ്തവത്തിൽ. അതെനിക്ക് എവിടുന്നൊക്കെയോ കിട്ടുന്ന എന്തൊക്കെയോ പ്രകാശങ്ങളാണ്, കണികകൾ എന്നൊക്കെ വേണം പറയാൻ നമ്മൾക്ക്. അതെല്ലാം കൂടെ മനസ്സെന്ന് പറയുന്നതിലേക്ക് എടുത്തിട്ടിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. എന്നെ പ്രോസസ്സ് ചെയ്യാൻ സഹായിക്കുന്ന എൻ്റെതായ എൻ്റെ ജന്മത്തിലോ എൻ്റെ ജന്മത്തിലോ കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവും. നമുക്ക് വേറെ വാക്കുകളില്ലാത്തതുകൊണ്ടാണ് ഞാൻ അനുഗ്രഹങ്ങളൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ എനിക്കും അറിയില്ല അതെന്താണെന്ന്, നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിപ്പിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. അതിനാണ് എന്തെങ്കിലും എന്താ പറയുക, ഒരു അനുഗ്രഹം, വേറെന്താ പറയുക എനിക്ക് അറിയില്ല അതിൻ്റെ. അപ്പം നമ്മളൊരിക്കലും ഇയാളുടെ മുകളിലോ അയാളുടെ താഴെയോ ഒന്നുമല്ല. പിന്നെ ഒരു തിരക്കഥയല്ലല്ലോ ഒരു സിനിമയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു സിനിമയല്ല ഒരു സിനിമയുടെ, ഒരു ജന്മത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നുമല്ല. ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ എഴുതിയിട്ടും 2018 മറ്റാണ്, എപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ല, തൊട്ടപ്പൻ റിലീസാവും, തൊട്ടപ്പൻ ഇറങ്ങും. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്തില്ലേ, ഒരു അഭിനയത്തിലേക്ക് കടന്നില്ലേ. അതെങ്ങനെ സംഭവിച്ചു? അതിൽ ഒരു ഷാനവാസ് കെ ബാബുക്കുട്ടി എവിടുന്നോ, അതിനിടയിൽ ഞാൻ ജനിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അതിനും ജനിച്ചില്ലേ. എന്നിട്ട് അവൻ അത്രയും വിഷമങ്ങൾ സഹിച്ച് അങ്ങെത്തിയതിന് ശേഷം ഞാനുമായി ബന്ധപ്പെടുകയും അവൻ്റെ ഒരു സിനിമയിലൂടെ എനിക്ക് എൻ്റെ വേറൊരു പൂച്ചെടി എൻ്റെ മുമ്പിൽ തുറന്ന് കിട്ടിയ, കയറാനുള്ളൊരു കോവണി കിട്ടിയ മാതിരിയോ, അല്ലെങ്കിൽ ഒരു മലഞ്ചെരുവിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അവൻ കൈ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയില്ല. അതെങ്ങനെ സാധിച്ചു? അത് എൻ്റെ കഴിവാണോ അത് അവൻ്റെ കഴിവാണോ? അല്ല, അത്രയേ ഉള്ളൂ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ആദ്യത്തെ 3D സംഭവിക്കുന്ന സമയത്ത് നോളജ് ഇതിനെ പറ്റിയിട്ട് ഉണ്ടെങ്കിലാണ് പല കാര്യങ്ങളും നമുക്ക് ഷോർട്ട് ഡിവിഷനോ ഇല്ലെങ്കിൽ നമ്മളൊരു സീൻ എഴുതുമ്പോഴൊക്കെ കുറച്ച് നോളജ് വേണം. നോളജ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് തെറ്റിപ്പോവും. അത്തരമൊരു എഴുത്ത് വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ചലഞ്ച് ഫേസ് ചെയ്തിരുന്നത്? 3Dയിലേക്ക് ഞാൻ എത്തുമ്പോഴേക്കും ഞാൻ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 78 മുതൽ ഞാൻ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരുവിധം എല്ലാ സൈഡുകളും, ഫോട്ടോഗ്രാഫി മുതൽ എഡിറ്റിംഗ് മുതൽ സൗണ്ട് റെക്കോർഡിംഗ് മുതൽ എല്ലാ ഇതിനും മേഖലയിൽ ഞാൻ കൈവച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ജ്ഞാനമല്ല, അത്യാവശ്യം വേണ്ട ബേസിക് ആയിട്ടുള്ള ഒന്നും കൂട്ടിയാലും 2 കിട്ടുക എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ 20,417 കൂട്ടണം 30,000 അങ്ങനത്തെ ഞാൻ പഠിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ട ബേസിക് സംഗതി പഠിച്ചാൽ മതി, എന്ത് ചെയ്യണമെന്നത് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 3 ഡയമെൻഷൻ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായതിൻ്റെ പിറകിൽ എനിക്കല്ല ക്രെഡിറ്റ്, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ജിജോ ആണ്. അദ്ദേഹം എന്നേക്കാൾ യങ്ങാണ്.
അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ജനിച്ച് വീണതേ ആരിഫ്ലെക്സ് ക്യാമറയുടെ ഉള്ളിലേക്കാണെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ജനിച്ച് വീഴുമ്പോൾ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് കൊണ്ട് അദ്ദേഹം ചെറുപ്പം മുതൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം കാണുന്നത് മുഴുവൻ സിനിമ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികളും മാത്രം. അസാധ്യമായ നോളജുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു 3 ഡയമെൻഷൻ മൂവി. പ്രതീക്ഷിക്കാതെ എനിക്ക് അവിടെ എത്തേണ്ടി വന്നു. നവോദയ ആദ്യമായിട്ട് സിബി മലയിലിനെ കൊണ്ട് ആദ്യമായിട്ട് ഒരു സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ആണ് ഞാൻ അതിലെത്തിപ്പെടുന്നത്. അന്ന് മുതലേ ഞാൻ ജിജുവായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായി. എന്തുകൊണ്ടോ ജിജുക്ക് എന്നോടൊരു ഇഷ്ടം തോന്നി. എനിക്ക് എന്തൊക്കെയോ അറിയാമെന്ന് ജിജുവിന് തോന്നിയിട്ടുണ്ടാവും. ഞാനും അതേമാതിരി ഇത് പഠിക്കാനുള്ള താല്പര്യത്തിൽ അല്ലെങ്കിൽ ഇൻക്യൂസിറ്റീവായിട്ട് ഓരോ ഇതും കണ്ടുപിടിക്കും, ചിന്തിക്കും. പിന്നെ എനിക്ക് ഒരു പ്രകൃതിയായി എനിക്ക് ഫാൻറ്റസി ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫാൻറ്റസി ഫിക്ഷൻ എനിക്കത് കിട്ടും. ഞാൻ പല മണ്ടത്തരങ്ങളും ചിന്തിക്കും, പലതും ചിന്തിക്കും. അങ്ങനെയാണ് ഈ 3Dയിലേക്ക് ഞാൻ കടക്കുന്നത്. ജിജുവാണ് എന്നോട് ആദ്യമായിട്ട് 3Dനെ പറ്റി പറയുമ്പോഴും അതിനു മുമ്പേ തന്നെ എന്നോട് സംസാരിക്കുന്ന മുമ്പേ തന്നെ ജിജു വേറെ പടങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് എഴുതണ്ടെന്ന് എന്നോട് പറഞ്ഞ ആദ്യത്തെ ആൾ ജിജു തന്നെയാണ്. എന്തെങ്കിലും ഡിസ്കഷനൊക്കെ അല്ലാതെ ജിജു ഒരിക്കലും എനിക്ക് പടം എന്നോട് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളും അതിൻ്റെ ഒരു പൂർണ്ണമായൊരു കഥാതന്തു ഉണ്ടാക്കിയിട്ടില്ല. ചില ഐഡിയാസൊക്കെയാണ് ജിജു എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന മനസ്സിൽ വരുന്നതൊക്കെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും മറ്റേയാൾക്ക് ഓർമ്മയുണ്ടാവണമെന്നില്ലല്ലോ, ജിജുവിന് ഓർമ്മയുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ ജിജുവോട് അന്ന് സംസാരിച്ചാണ് ഈ സ്ഥിരം കൺവെൻഷനലായിട്ടുള്ള ഇതിലേക്ക് പോവാതെ ഇത്ര എലിവേറ്റഡ് ഫാൻറ്റസിയിലേക്ക് പോകണമെന്ന് ഞാൻ ജിജുവോട് പറഞ്ഞത്. ആദ്യം അപ്പം ഞാനാണ് സജസ്റ്റ് ചെയ്ത് പത്മരാജനെ കൊണ്ട് സ്ക്രിപ്റ്റ് തിരക്കഥ എഴുതിക്കാൻ. അപ്പം നവോദയയുടെ ഇതിലേക്കൊന്നും പത്മരാജനൊന്നും ഒരിക്കലും അന്ന് ചിന്തിച്ചിട്ടില്ല അവർ. അത് എൻ്റെ ഒരു കഴിവല്ല. ഞാൻ ജിജുവോട് പറഞ്ഞു, ഇളയരാജനെ മ്യൂസിക്കായിട്ട് സജസ്റ്റ് ചെയ്തു. ഇളയരാജനെ മ്യൂസിക് സജസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ അതിന് മുമ്പ് രാജയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് തമിഴ് സിനിമകളിൽ. അങ്ങനെയൊക്കെയാണ് ഛായാഗ്രഹനായിട്ട് അശോക് കുമാർ സജസ്റ്റ് ചെയ്യാൻ കാരണം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള സിനിമയിലെ ഛായാഗ്രാഹകനായിട്ട് സിനിമാറ്റോഗ്രാഫറായിട്ട് അശോക് കുമാറായിരുന്നു. അന്ന് അവർ പരസ്യത്തിൽ ഏതൊരു ആർട്ടിക്കിളിൽ ഞാൻ കണ്ടു കാനൻ്റെ ഹൈസ്പീഡ് ലെൻസ് അവർ ഉപയോഗിക്കുന്ന കാര്യം. അപ്പോൾ കാനൻ്റെ ഹൈസ്പീഡ് ലെൻസിൻ്റെ റിസൾട്ട് അന്നൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനുള്ള ജിജ്ഞാസയിലാണ് ഞാൻ ആ പടം കണ്ടത്. മനോഹരമായ ഷോട്ട്സൊക്കെ ഉണ്ട് അതിനകത്ത്. കാനൻ്റെ അതിലൊരു ഷോട്ടുണ്ട്, കുറേ മെഴുതിരികൾ കത്തിച്ചുകൊണ്ട് ആ വെളിച്ചത്തിൽ എടുത്ത് കത്തിച്ച് ലൈറ്റ് തെളിഞ്ഞ് വരുന്ന ഷോട്ടൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ഷോട്ട്. ഞാൻ ജിജുവിനൊക്കെ സംസാരിച്ചില്ല അതിനെ പറ്റിയൊക്കെ. ഇപ്പം ഞാൻ പറഞ്ഞ അശോക് കുമാറിൻ്റെ ക്യാമറ ഛായാഗ്രാഹകൻ, ഇളയരാജ അത്, പത്മരാജൻ മ്യൂസിക് സ്ക്രിപ്റ്റ് എഴുതിക്കുക. അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഞാൻ അവിടെ സിബിയുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് പത്മരാജൻ വന്നു. പത്മരാജന് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. ഞങ്ങൾ നല്ല ഒരു ബന്ധമുണ്ട്. അധികം ആൾക്കാർക്കൊന്നും അറിയില്ല അത്. പത്മരാജൻ വളരെ 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 ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിന് ഞാൻ പറന്നുള്ള സെറ്റിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്മരാജൻ. അസാധ്യ ഫാൻറ്റസി ഫിലിം ഇത് ചിന്തിക്കുന്നൊരു മനുഷ്യൻ. അതേ സിനിമകളൊക്കെ എന്തൊരു ഭംഗിയാണ് എടുത്ത സിനിമകളൊക്കെ. എന്നിട്ട് പത്മരാജൻ അതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടേ ഇല്ല. കുറച്ചെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ജിജുവോട് സംശയം. അതല്ല ജിജുവിന് വേണ്ടത്. പത്മരാജൻ എഴുതുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കാമെന്നുള്ളത് വേറെ ലെവലിലായിരിക്കും അത്. ഇതൊരു 3 ഡയമെൻഷണൽ മൂവി ആയതുകൊണ്ട് ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അന്ന് ഷൂട്ട് ചെയ്യാൻ ടെക്നോളജി നമ്മുടെ കയ്യിലില്ല. അപ്പം എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ പത്മരാജൻ ഒരു കഥയുണ്ടാക്കി. ആ കഥ അതെനിക്ക് ഓർമ്മയുണ്ട് പത്മരാജൻ വന്ന് ജിജുവോട് പറയുന്നത്. പക്ഷെ ആ കഥയല്ല ജിജുവിന് വേണ്ടത്. ആ മെത്തേഡേ അല്ല വേണ്ടത്. പക്ഷെ ചില സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പത്മരാജൻ. പക്ഷേ അദ്ദേഹം അത് എഴുതിക്കൊണ്ട് ബ്യൂട്ടിഫുള്ളാണ് ആ കൺസെപ്റ്റൊക്കെ. പക്ഷേ ജിജുവിന് വേണ്ടത് അതല്ല. ഒരു സംവിധായകന് വേണ്ടത് എന്താണെന്ന് നമ്മൾ ആദ്യം ഗ്രാഹ്യം ഉണ്ടാവണം. അത് കിട്ടിയില്ല. പക്ഷേ ആ കഥ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ പിന്നീട് അത് പത്മരാജൻ എഴുതുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഏതൊരു തറവാട്ടിലൊരു പെൺകുട്ടി പോയിട്ട് ഒരു മച്ചിലുള്ള ഒരു പ്രതിമയെ അറിയാണ്ട് തൊട്ട് പോകുമ്പോൾ അതൊരു വേറെ രൂപമാവുന്നതാണ്. മനസ്സിലായില്ലേ? അതൊന്നല്ല നമുക്ക് ഈ ജിജുവിന് വേണ്ടത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കാണുന്ന സിനിമയെ പോലെ അല്ല ഈ കഥ ഒരു സംവിധായകനോട് ആദ്യം പറയുമ്പോൾ. ഞാനിപ്പോൾ ഇതിൻ്റെ കഥ
ഷാനവാസിൽ പറഞ്ഞത് ഒരു മുറി ഒരു കട്ടിലും അങ്ങനെയുള്ള ഇതിലാണ് പറയുക. അല്ലാതെ ഇതെന്താണ് എങ്ങനെയാണിത് എഴുതി വരുമ്പോൾ ആവുക എന്നുള്ള ഷാനവാസിന് പോലും അറിയില്ല. എൻ്റെ ഉള്ളിൽ അത് ഉണ്ടായി വന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്ത്. പക്ഷേ ഞാൻ തിരക്കഥ വായിക്കുമ്പം ഷാനവാസ് കേട്ടതല്ല വായിക്കുന്നത്, അല്ല മനസ്സിലാക്കി കൺസീവ് ചെയ്തല്ല. ഷാനവാസ് അവിടെ ഒരു പ്രേക്ഷകനായിട്ട് മാറും. അതേപോലെ ജിജോയ്ക്കും അതേപോലെ ഉണ്ട്. പക്ഷേ ജിജോനുള്ള വേറൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇത്തരം പടങ്ങളിൽ അതിൻ്റെ ഒരു ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, ലിമിറ്റേഷൻസ്. ഞാൻ തന്നെ കുട്ടിച്ചാത്തനിലെ എത്രയോ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്. ഇന്ന് ചിലപ്പം അത് വർക്ക് ചെയ്യാൻ പറ്റും, അന്നത് പറ്റില്ല. ടെക്നിക്കൽ വയബിലിറ്റി വളരെ കുറവായിരുന്നു അന്നത്തെ. ഒരുപക്ഷെ പിന്നീട് പത്മനാഭൻ സാറിന്റെ ഗന്ധർവൻ, അതെ, ആ കഥയാണ് എൻ്റെ അഭിപ്രായത്തിൽ പത്മരാജൻ കൺസീവ് ചെയ്ത ഫോർമാറ്റ് ഗന്ധർവൻ്റെ ഫോർമാറ്റായിരുന്നു. പിന്നെയാണ് പത്മരാജൻ ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ പടമായിട്ട് വരുന്നത്. പക്ഷേ പത്മരാജൻ മാത്രമല്ല, ഞാനത് എഴുതുന്നതിന് മുമ്പായിട്ട് 13 പേര് കുട്ടിച്ചാത്തന് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വന്നിട്ടുണ്ട്. ആരും കംപ്ലീറ്റ് ചെയ്തില്ല, തുടങ്ങിയിട്ടുമില്ല. വളരെ ചുരുക്കം പേരെ 1-2 കിലോമീറ്റർ ദൂരത്തേക്ക് പോയിട്ടുള്ളൂ. ഇതൊരു 5000 കിലോമീറ്റർ ദൂരമുണ്ട് എല്ലാവരും. പക്ഷേ അന്നൊന്നും തന്നെ ഞാനിതിലില്ല, ഞാൻ എൻ്റെ ജോലികളായിട്ട് പോവാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ജിജോയായിട്ട് സംസാരിക്കും. പക്ഷേ ഞാൻ പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യമൊക്കെ ഇങ്ങനെ വായിച്ചിട്ട്. അതിൻ്റെയും കാരണക്കാരൻ ജിജോ തന്നെയാണ്. ജിജോയായിട്ട് നല്ലൊരു സൗഹൃദമാണ്. സൗഹൃദം എന്നും പറയാൻ പറ്റില്ല, ഒരു ആത്മബന്ധമുണ്ട്. അവസാനം കുട്ടിച്ചാത്തന് കാരണം എന്താണെന്ന് വെച്ചാൽ, അവസാനം ജിജോ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, എനിക്ക് എഴുത്തരോ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആതല്ല, ഞാൻ പറഞ്ഞു ഞാനില്ല. മാത്രമല്ല എനിക്ക് കഷ്ണം സിനിമകളുണ്ട്. അന്ന് മദ്രാസിലേക്ക് ഞാൻ പോകും, അവിടെ വാഹിനി സ്റ്റുഡിയോയിൽ എനിക്ക് കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. അവർക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കും. വേറെ പടങ്ങളിൽ 2 സീൻ 4 സീൻ 10 സീനൊക്കെ എഴുതി കൊടുക്കും. അങ്ങനെ കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഈ 13ഓളം പേര് എഴുതാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ജിജോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും നന്നായി അറിയുന്നതാണ് പത്മരാജൻ്റെ കാര്യം. കാരണം പത്മരാജൻ സജസ്റ്റ് ചെയ്തത് ഞാനാണ്. കാരണം എനിക്ക് ജിജോ ആ കാലത്തൊക്കെ അവരുടെ ഇതിലുള്ള സ്ഥിരം റൈറ്റേഴ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ജിജോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ജിജോനൊന്ന് എലിവേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് 3ഉം ജിജോ ഭയങ്കര സന്തോഷമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഞാൻ വെറും ഔട്ട്സൈഡറാണ് വാസ്തവത്തിൽ. പക്ഷേ ഔട്ട്സൈഡറാണെങ്കിലും നമ്മൾ ഇങ്ങനെ വീടുണ്ടാക്കണമെന്നൊക്കെ ആൾക്കാരോട് കൺസൾട്ട് ചെയ്യുമല്ലോ, അതുപോലെ ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് ഞാൻ സിബിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. സിബിയുടെ സ്ക്രിപ്റ്റ് ആ പ്രോജക്റ്റ് നടക്കാതെ വന്നു. സിബി അവിടെ നിന്ന് വിട്ടുപോയി. പിന്നെയും കുറച്ച് കഴിഞ്ഞു ജിജോയുടെ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ജിജോൻ്റെ വിചാരിച്ച പോലെ ജിജോന് ആ പ്രോജക്റ്റ് മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ജിജോന് കൺവിൻസ്ഡ് ആവണം. ജിജോൻ്റെ ഒരു ഏറ്റവും വലിയ കോളേജ് ജിജോ എടുത്തു ചാടില്ല. മനസ്സിലായില്ലേ? പിന്നെ ഒരാളോട് അത് ശരിയായില്ല എന്ന് പറയും. അങ്ങനെയാണ് അതാണ് വേണ്ടതും. നമുക്ക് വേണ്ടതുപോലെ ആയിട്ടില്ലെങ്കിൽ പറയണം, വേണ്ടതുപോലെ ആയിട്ടില്ല പറയാതിരിക്കൊന്നുമില്ല. വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ് ജിജോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിജോന്ന്. ഞങ്ങളവന് നല്ലൊരു ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. പിന്നെ അന്നത്തെ കാലവും, ഞാനും ബാച്ചുലറാണ്. എനിക്ക് അച്ഛനും അമ്മയും ബ്രദേഴ്സൊക്കെ അല്ലേ ഉള്ളൂ, ഭാര്യയും മക്കളൊന്നും ആയിട്ടില്ല. പിന്നെ ഒരു ഒറ്റത്തടിയാണ്. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി എത്ര ദിവസം വേണം താമസിക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു മൂഡല്ല. നമ്മൾ ഈ ചില്ലെന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിൽ മൂഡായിരുന്നു. ഇന്നും ചിൽ മൂഡാണ്. പക്ഷെ അന്നും അതേപോലെ അതിനേക്കാൾ കുറച്ചും കൂടെ ആരും വെറുതെ വിളിച്ചിട്ട് ഒരു കോട്ട എവിടെ നിന്ന് ചോദിക്കുന്ന ഒരാളൊന്നും ഇല്ലല്ലോ. ആകെ മാക്സിമം. പിന്നെ ഇന്നത്തെ പോലെ നമ്മളെപ്പോഴും കണക്റ്റഡ് അല്ല. അന്ന് ഒരു കണക്റ്റഡ് ആവണമെങ്കിൽ ഒന്ന് കത്തോ അല്ലെങ്കിൽ ഫോണോ വിളിക്കണം. എപ്പോഴും കിട്ടുന്ന ഫോണില്ല, എപ്പോഴും കൊണ്ടുനടക്കാവുന്ന ഫോണൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ജിജോ എന്നോട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോടൊന്ന് എഴുതരുമെന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പോൾ എനിക്ക് താല്പര്യമില്ല. ഒന്ന് ഞാൻ മുൻപൊരു തിരക്കഥ എഴുതി നടന്നിട്ടില്ല സിബിക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്കിങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അതിലാണ് എൻ്റെ ശ്രദ്ധ. അതിൽ ഞാൻ കാണുന്ന കൗതുകങ്ങളുള്ള ഡയറക്ടേഴ്സും ക്യാമറാമാനൊക്കെ ഇട്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ വെറുതെ ഒന്ന് ജിജോട് പറഞ്ഞു, എനിക്ക് ഇന്ന പണികളൊക്കെ ഉണ്ട് ഇന്ന്. അപ്പോൾ അങ്ങ് ജിജോ കണക്ക് കൂട്ടിയിട്ട് കുറച്ച് മാസങ്ങൾ ജിജോ ഫിക്സ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇത്രയും മാസം 1.5 വർഷം മറ്റോ ഉണ്ടാകുന്നത്, 8 മാസമോ 12 മാസമോ ഞാൻ എൻഗേജ്ഡ് ആണെന്ന് ജിജോനും മനസ്സിലായി. അപ്പോൾ ജിജോ അത് കണക്ക് കൂട്ടിയിട്ട് അതിനുശേഷം ഫ്രീ ആവുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് അപ്പോഴല്ലേ, മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ ഈ സമയം ഇങ്ങനെ അടുത്തടുത്ത് വന്നത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രതീക്ഷിക്കാണ്ട് അന്ന് എറണാകുളത്തൊരു ഹോട്ടലിൽ ഞാൻ താമസിക്കാം.
അവിടെ എന്നെ കാണാൻ വേണ്ടി പുതിയ ഡയറക്ടറും ഒരു പ്രൊഡ്യൂസറും കൂടെ എന്നെ വന്ന് കാണാൻ. അവർ മുറിയിൽ വന്ന് ഈ ഡയറക്ടർ ക്യാമറ അല്ല പ്രൊഡ്യൂസറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ വന്നിരിക്കുക. ആ സമയത്ത് പ്രതീക്ഷിക്കാതെ ആ മുറിയിലേക്ക് ജിജോയും ജിജോയുടെ പപ്പയും ജിജോയുടെ അനിയനും കൂടെ കയറി വന്നു. അപ്പോൾ ഇവർ വന്നു ഇതായിട്ട് വന്ന് മുറിയിലേക്ക് അങ്ങോട്ട് ഇരിക്കാൻ മുറി ഇരുന്നപ്പോഴേക്കും ജിജോൻ്റെ പപ്പ അപ്പച്ചനാണെന്നും നവോദയാണെന്നും വന്നതെന്നും അവരൊരു പ്രോജക്റ്റിന് സംസാരിക്കാൻ എടുത്ത് വന്നു പറഞ്ഞപ്പോൾ ഇവരങ്ങ് എഴുന്നേറ്റ് അവരങ്ങ് പോയി. അപ്പോൾ ജിജോയോട് പറഞ്ഞു, രഘു പറഞ്ഞ സമയമായി, രഘു ഫ്രീ രഘു ചെയ്തു തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ജിജോയോടൊരു കാര്യം ചോദിച്ചു. 13 ആൾക്കാരിൽ കഴിഞ്ഞിട്ട് 14ാമത്തെ ആളാണ് ഞാൻ. അങ്ങനെ ഒരു 14ാമനായിട്ട് വരാനാണെങ്കിൽ ഞാനില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ വൃത്തിക്ക് ചെയ്യണം. ഒരു പ്രോജക്റ്റായിട്ട് ഡിസൈൻ ചെയ്യണം. യു ഹാവ് ടു ഡിസൈൻ എന്നുള്ള ആ അർത്ഥത്തിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ജിജോ പറഞ്ഞു, ഒന്നുമില്ല, യു ആർ റൈറ്റിംഗ്, രഘു ഞങ്ങൾക്ക് എഴുതി തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സമ്മതിച്ചു. പിറ്റേന്ന് ഞാൻ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. കോഴിക്കോടൊക്കെ അന്ന് കോഴിക്കോട് പോയിട്ട് അമ്മയൊക്കെ കണ്ടിട്ട് ജിജോ അപ്പോഴേക്ക് ജിജോ ഇവർക്ക് നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ജോസ് എന്ന് പറഞ്ഞ ജിജോയുടെ അനിയനും ഉണ്ട്. ഇവർ അതിന് മുമ്പേ തന്നെ എനിക്ക് നല്ല ബന്ധമുണ്ട് ഇവരായിട്ട്. ആ സിബിയുടെ സ്ക്രിപ്റ്റിന് സമയത്ത് ജിജോയുടെ അനിയൻ ജോസ്മോൻ, പിന്നെ പപ്പയും നല്ലൊരു മനുഷ്യനാണ്. ജോസ്മോനൊക്കെ ആയിട്ട് ഇന്നും ആ ബന്ധമുണ്ട്, സാധാരണ ബന്ധമുണ്ട്, അൺബിലീവബിളാണ് അതൊക്കെ. അപ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ അവരുടെ അവിടുത്തെ മാനേജർ എനിക്ക് ടിക്കറ്റൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിരുന്നു. ഞാൻ പിറ്റേന്ന് മദ്രാസിലേക്ക് പോയി. അവിടെ പാം ഗ്രോവ് എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, ജെമിനി സ്റ്റുഡിയോൻ്റെ അടുത്തൊരു ഹോട്ടൽ. ഞാനവിടെ എത്തി. എനിക്ക് റൂമുണ്ട്. റൂമിലെത്തിയപ്പോൾ 8 മണിയാകുമ്പോഴേക്കും 8:30 മണിയാകുമ്പോഴേക്കും ഒരു പുസ്തകവും കുറച്ച് പേപ്പറൊക്കെ ആയിട്ട് ജിജോ വന്നു. നല്ല രസമായിരുന്നു അതൊക്കെ. അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഞാൻ അതിനൊരു ടോട്ടൽ ഫ്രെയിം ഉണ്ടാക്കി. അങ്ങനെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഒരു തുടക്കം മുതൽ ഒടുക്കം ഒരു കഥയുണ്ടാക്കി, ഇന്നതുപോലെ. അപ്പോൾ ജിജോനെ കൺവിൻസ്ഡായി. അപ്പോൾ ജിജോ പപ്പയെ വിളിച്ചിട്ട് ഷൂട്ടിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തു. പപ്പ സംസാരിച്ചു ജിജോയോട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനില്ല. കാരണം എനിക്ക് ഒരു ഫ്രീഡം കിട്ടാതെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇനി ഇതൊരു എളുപ്പ വഴിയല്ല. ഞാൻ എൻ്റെ ഒരു ഭാര്യയ്ക്ക് കത്തെഴുതുന്ന പോലെയോ അല്ലെങ്കിൽ കാമുകി കത്തെഴുതുന്ന പോലെയോ ഉള്ളൊരു റൈറ്റിംഗ് അല്ല ഇത്. ഒരുപാട് നമ്മൾ വിഷമിക്കും. എനിക്കറിയില്ല അത് തീരുമോ. അപ്പോൾ തീരുമ്പോഴേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജിജോയുടെ പപ്പ എന്നോട് പറഞ്ഞു. പിന്നെ ജിജോയുടെ പപ്പനെ ഞാൻ പപ്പ എന്നാണ് വിളിക്കുക, ജിജോ പപ്പ എന്നല്ലേ വിളിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. അദ്ദേഹം എന്നെ പുളിശ്ശേരി എന്നൊക്കെ വിളിക്കും, രഘുനാഥ് പുളിശ്ശേരി. പലേരിയിൽ നിന്ന് കിട്ടുന്നില്ല പെട്ടെന്ന്, പല പേര് വിളിച്ചിട്ടുണ്ട്. നല്ലൊരു ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫോണിലൂടെ പറഞ്ഞു, എപ്പോഴാണോ എഴുതിത്തീരുന്നത് അപ്പോഴും രഘു പറഞ്ഞാലേ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നത്. അങ്ങനെയാണ് അതൊരു ചരിത്രമായി. അതെ, അങ്ങനെയാണത്. അത് പിന്നീടാണ് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ ഞാൻ വരുന്നതും. അതിൻ്റെ ഈവൺ ലെൻസിനെ പറ്റിയൊക്കെ ജിജോ ഷൂട്ട് ചെയ്യാൻ ആകെ 2 ലെൻസേ ഉള്ളൂ. ആ 2 ലെൻസിൻ്റെ അവസ്ഥയും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്നതും. കൂടുതൽ പഠിപ്പിച്ചു തന്നത് ജിജോ തന്നെയാണ്. ടെക്നിക്കൽ നോളജ് ഉണ്ടാക്കി തന്നത് ജിജോ തന്നെയാണ്. കുറേ കാലം മുമ്പ് കുറച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ട് ജിജോന്നൊക്കെ ഇതിനൊരു ഡിസ്കഷനൊക്കെ കിട്ടുമ്പോൾ. പിന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഞാൻ പലതും ചിന്തിക്കുമായിരുന്നു. അതിലൊരു 70% ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇറ്റ്സ് നോട്ട് ഈസി ടു എക്സിക്യൂട്ട്. കാരണം എല്ലാം ക്യാമറയുടെ മുമ്പിൽ തന്നെ ചെയ്യണം. എല്ലാവിധത്തിലും റിഗ്ഗിങ്സും ക്യാമറയുടെ മുമ്പിൽ ചെയ്യണം. പിന്നെ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. അതിൽ നിന്നുകൊണ്ട് വേണം ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ, അതിനൊരു ഇമോഷൻ എലമെൻറ്റ്സ് ഉണ്ടാക്കാൻ. അതൊരു വലിയൊരു അനുഭവമായിരുന്നു എഴുതിയിട്ട്. അങ്ങനെ അതിൻ്റെ ഷൂട്ടിംഗ് തീരുന്നത് വരെയും ഫസ്റ്റ് കോപ്പി ആവുന്നത് വരെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ മിക്സിംഗ് ഡേ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും ജിജോ എൻ്റെ ഐഡിയാസൊക്കെ എടുത്തിട്ടുണ്ട്, മിക്സിംഗ് സമയത്ത് പോലും. പിന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തതാണ്. ഹാർഡ് ഫീലിങ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും ഇതിൻ്റെ ഒരു ഭാഗമല്ല. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിരിയുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പിരിഞ്ഞു. ഞാൻ പോയി ഷൂട്ടിങ്ങിൽ പ്രൊജക്ഷൻ തിയേറ്ററിലൊക്കെ ഞാൻ പോയിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു. കോഴിക്കോട് ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ 1 മാസത്തോളം ഞാൻ പ്രൊജക്ടറിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ഇതിൻ്റെ ആംബിയർ കുറയാണ്ടൊക്കെ നോക്കിയിരുന്നു. അവിടെ വെച്ചിട്ട് ആ തിയേറ്ററായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടായി. ആ തിയേറ്ററിൻ്റെ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന വിനോദ് എന്ന് പറഞ്ഞ പയ്യനുമായിട്ട് ഞാൻ വലിയൊരു ബന്ധം ഉണ്ടായി. പിന്നീട് ഒരിക്കലും അവനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ സാധിച്ചു. അങ്ങനെ ഒരുപാട് എന്നെ കോളേജിൽ ഉണ്ടായത് ഞങ്ങളുടെ പ്രൊഫസർ, ഞാൻ ഏറ്റവും രസം ഉണ്ടായത് വെച്ചാൽ ഈ
തിയേറ്ററിൽ ഭയങ്കര തിരക്കാണ്. ഉം. പടം ടിക്കറ്റ് കിട്ടാതെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രൊഫസറൊക്കെ ഇടയ്ക്ക് ആൾക്കാരെ കൂട്ടിയൊക്കെ വന്നിട്ട് ടിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും, എന്നെ ചോദിക്കും, മാഷൊക്കെ അടിപൊളി. സന്തോഷത്തോടെ കൂടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗ്രേറ്റ്. ആ, അങ്ങനെയാണ് ഒരു ഒരുപാട് ചരിത്രം. ഒരുപാട് അനുഭവം.